പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ബൈബിളിൽ നിന്ന് അല്പസ്വല്പം പറയുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. സ്തോത്രം. നിങ്ങളുടെ വിലയേറിയ സമയം അല്പസമയത്തേക്ക് ചോദിച്ചു കൊള്ളുന്നു. SIM 30:20 കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും നിന്റെ ഉപദേഷ്ടാവ് മറന്നിരിക്കുന്നില്ല. സ്തോത്രം. SIM 30:20 ഉപദേഷ്ടാവ് മറന്നിരിക്കുന്നില്ല. അന്നയ്ക്ക് ജീവിതത്തിൽ ദുഃഖമാണ്, കഷ്ടമാണ്. തനിക്കൊരു തലമുറയില്ല. ദേവാലയത്തിൽ വന്നിട്ട് കരയുകയാണ്. പുരോഹിതൻ പറഞ്ഞു, ദൈവം നിന്റെ കഷ്ടതയ്ക്ക് മറുപടി തരട്ടെ. 1 വർഷമായപ്പോൾ പ്രാർത്ഥനയുടെ മറുപടിയുമായി ഹന്ന ദേവാലയത്തിലേക്ക് വന്നു. ശമൂവേൽ ബാലന് പ്രാർത്ഥനയുടെ മറുപടി. ശമൂവേൽ ബാലൻ ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്തനായിരുന്നു ശമൂവേൽ പ്രവാചകൻ. ഹന്നയുടെ പ്രാർത്ഥന ദൈവം മാനിച്ചു. കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളം മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് പറഞ്ഞിരിക്കുകയില്ല. ആഗാറിൻ്റെ ഉപദേഷ്ടാവ് ദൈവം. അബ്രഹാമിൻ്റെ ദാസി ആഗാർ. അബ്രഹാം സാറയും ഒരു തുരുത്തി വെള്ളവും അപ്പവുമായി ഭവനത്തുനിന്ന് അബ്രഹാമിൻ്റെ ദാസിയായി ആഗാറിനെ ഇറക്കി വിട്ടു. വെള്ളം തീർന്നു, അപ്പവും തീർന്നു. മരുഭൂമിയിൽ ഉയർന്നു കിടന്ന ആഗാറിൻ്റെ പൈതലിൻ്റെ മരണം കാണണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞിനാട് കിടത്തി രമ്പിൻപാട് ദൂരെ നിന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആഗാർ സ്വർഗത്തിലെ ദൂതൻ വിളിച്ചു പറഞ്ഞു, പൈതലിൻ്റെ നിലവിളി സ്വർഗത്തിലെത്തിയിരിക്കുന്നു, അവനെ വലിയൊരു ജാതിയാക്കും. ആഗാർ കണ്ണൂർന്ന് നോക്കിയപ്പോൾ മുമ്പിലൊരു ഉറവയിൽ ഇഷ്ടം പോലെ വെള്ളം. മനുഷ്യൻ കൊടുത്താൽ പരിധിയുണ്ട്, ഒരു തുരുത്തി വെള്ളമേ കുത്തുകയുള്ളൂ, ഒരപ്പമേ കുത്തില്ല. എന്നാൽ ദൈവം കൊടുത്താൽ പരിധിയില്ല. ഇഷ്ടം പോലെ വെള്ളം. തനിക്കും കുഞ്ഞിനും ഇഷ്ടം പോലെ വെള്ളം കുടിക്കും. മനുഷ്യൻ സ്തോത്രം പ്രൈസ്തലം. ആകാരനും പൈതലിനെ മാനിച്ച ദൈവം. കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളം മാത്രം എന്നാലും എൻ്റെ ഉപദേഷ്ടാവ് മറന്നിരിക്കുകയില്ല. ദൈവമാണ് ഉപദേഷ്ടാവ്. കഷ്ടമാണെങ്കിൽ ദുഃഖമാണെങ്കിൽ മറന്നിരിക്കാതൊരു ദൈവം ഉപദേഷ്ടാവ്. പൈതലിനെ എന്നെ മാനിച്ചു. സ്തോത്രം. അടുത്ത ടോപ്പിക്ക് മുദ്രാമോതിരം. അധ്യായം 2:22-23. ചെരുബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രാമോതിരമാക്കും. സ്തോത്രം. മുദ്രാമോതിരത്തെ കുറിച്ച് അല്പസ്വല്പം പറയട്ടെ. ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് ഇട്ടു. രാജാവ് പോലും ഉപവസിച്ചു. ദാനിയേലിനെ ഓർത്ത് ചിന്താകുലനായി കരഞ്ഞു. എന്നാൽ സിംഹത്തിൻ്റെ വായ് ദൈവത്തിൻ്റെ ദൂതന്മാർ അടച്ചു കളഞ്ഞു. സിംഹങ്ങളൊരു ദോഷവും ദാനിയേലിന് വരുത്തിയില്ല. സിംഹക്കുഴിയിൽ നിന്ന് കയറ്റി. രാജാവിനും ജനത്തിനും ബോധ്യപ്പെട്ടു, ദാനിയേലിൻ്റെ ദൈവം ജീവനുള്ള ദൈവം. ബാബേൽ സംസ്ഥാനത്ത് അനേക സ്ഥാനമാനങ്ങൾ നൽകി ദാനിയേലിനെ മാനിച്ചു. ദാനിയേലിന് മുദ്രാമോതിരം. ജോസഫ് തൻ്റെ അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. പൊട്ടക്കിണർ, മിദ്യാനിൽ അടിമച്ചന്ത, പോത്തിഫറിൻ്റെ ഭവനം, കാരാഗ്രഹം. എന്നാൽ കാരാഗ്രഹത്തിൽ നിന്ന് ഈജിപ്തിലെ പ്രധാനമന്ത്രിയായിരുന്ന ഫറവോൻ്റെ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഫറവോ ജോസഫിനെ ഈജിപ്തിലെ പ്രധാനമന്ത്രിയാക്കി. ഫറവോ കഴിഞ്ഞ 2ാമത്തെ വ്യക്തി. പ്രധാനമന്ത്രിയായി നീണ്ട വർഷമാണ് ജോസഫ് ഈജിപ്തിലെ. സ്തോത്രം. ജോസഫിൻ്റെ പേരിൽ മുദ്രാബോധനം ലഭിച്ചു. ആ മുദ്ര വെച്ച് സീൽ ചെയ്ത് രാജ്യത്തെ ഓർഡറാണ്, കൽപ്പനയാണ്. ജോസഫിനെ മാനിച്ച ദൈവം, ദാനിയേലിനെ മാനിച്ച ദൈവം, ജോസഫിനെ മാനിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. പ്രതിഫലം. വചനം പ്രമാണിക്കുന്നത് പ്രതിഫലമുണ്ട്. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. തനിക്ക് ലഭിച്ച 10 വർഷങ്ങൾക്ക് ശേഷം നിറവേറി. വചനം അനുസരിച്ചാൽ പ്രതിഫലം ലഭിക്കും. അബ്രഹാമിന് മാത്രമല്ല, ജാതിയോ പഠിപ്പോ കുടുംബത്തെ നോക്കിയാലോ വചനം അനുസരിച്ചതുകൊണ്ട് നന്മകൾ അനുഭവിക്കാൻ കഴിഞ്ഞു. ഈ 2024 ലഭിക്കാത്ത വചനം പ്രമാണിച്ച 2025 ലഭിക്കും. പ്രതിസന്ധിയില്ലാതെയല്ല. ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമായിട്ടുള്ളത് കൊണ്ട് പേടിക്കേണ്ട. ഹൃദയത്തിലെ ധ്യാനം വചനത്തനുസരിച്ചാകണം. സങ്കീർത്തനം 19:14. ഹൃദയത്തിലെ ധ്യാനം ദൈവത്തിൽ പ്രസാദകരമായിരിക്കണം. അതിനാൽ പ്രതിഫലമുണ്ട്. ദൈവത്തിൽ പ്രസാദകരമായ പ്രതിഫലമുണ്ട്. ഇയ്യോബ് 19:25. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ വീണ്ടെടുപ്പുകാരനെ എൻ്റെ സ്വന്തം കാണുമെന്ന് തനിക്ക് പ്രതിഫലം ലഭിക്കുമെന്നും അറിയാം. കുഷ്ഠരോഗികൾക്ക് വിരലില്ല, കയ്യിൽ വിരലില്ല, കാലിൽ വിരലില്ല, കൈകളില്ല. എന്നാൽ ജോസഫ് ആകെ പൂർണ്ണമായിരിക്കുകയാണ്. ആകെ കഷ്ടത്തിലായിരിക്കുകയാണ്. എന്നാൽ ഇയ്യോബിനെല്ലാം ഉറപ്പുണ്ട്.
ദൈവത്തെ തന്നെ തൻ്റെ കണ്ണുകൊണ്ട് തന്നെ വീണ്ടെടുപ്പുകാരെ കാണുമെന്ന്. ഈ യോബ് 42 അധ്യായത്തിൽ യോബിന് ഇരട്ടി പ്രതിഫലം ലഭിച്ചു. വചനത്തിന് വേണ്ടി നിന്ന, പ്രമാണത്തിന് വേണ്ടി നിന്ന. യേശു സ്വന്തം കണ്ണുകൊണ്ട് തന്നെ യേശുവിനെ കാണുമെന്ന് പറഞ്ഞ് യോബിനറിയാം. വചനത്തിന് വേണ്ടി നിന്ന വളരെ പ്രതിഫലമുണ്ട്. എതിർപ്പുകളൊക്കെ വരുമ്പോൾ വചനത്തിന് വേണ്ടി നിൽക്കുക. ദൈവം സഹായിക്കട്ടെ. 2025 രക്ഷയിൽ വരാത്തവർ അനേകരുണ്ട്. വളരെ പ്രതിഫലം പ്രാപിക്കുവാൻ ദൈവം തരുന്ന കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. പ്രതിഫലം അങ്ങനെ ദൈവത്തിന് പ്രതിഫലം വാങ്ങിച്ച് ഒരുപാട് വാങ്ങി മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ഡിറ്റോ വടക്കൻ അഖിക്കാവൂർ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.